ഹലോ, ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകച്ചെമ്പ എന്ന് പറയും. അപ്പോൾ ഈ ഒരു അരി എടുക്കുക, നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം അരമണിക്കൂറോളം ഇതുപോലെ വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. ഇനി അടുപ്പത്തോട്ടൊരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയും ഒരു 4 പച്ചമുളക്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കുക. അതൊന്ന് കുക്കാക്കിയിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ്. അതിൻ്റെ കൂടെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ നല്ല ഹീപ്ഡ് ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കുമിച്ച് തന്നെ ഈ പൊടികൾ എടുക്കാൻ നോക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാത്തിൻ്റെ സ്മെല്ല് മാറാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കിലോ വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കാറുള്ള വെള്ളം നമ്മൾ നേരത്തെ തന്നെ അരി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അരി ഇപ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ബീഫ് വേകാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ റൈസിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ ഈ ഒരു ബീഫിലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ട്. 1/2 കപ്പോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കിയെടുക്കുക. എനിക്കിവിടെ മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ, എന്നാൽ വേഗം വേണം. ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അരിയും ബീഫും കൂടി വീണ്ടും ഒന്നും കൂടി ചേർത്ത് 2 വിസിൽ വീണ്ടും ഇടാനുള്ളതാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ബീഫ് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെന്ത് പോകരുത്, എന്നാൽ ബീഫ് വേവും വേണം. ആ ഒരു രീതിയിൽ കുക്കാക്കി എടുക്കുക. ഇനി ഇതിനകത്തുള്ള ബീഫിൻ്റെ പീസെല്ലാം ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഗ്രേവി സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് വേറൊരു ബൗളിലോട്ടും മാറ്റിയിട്ടുണ്ട്. ഈ ബീഫ് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി ഇനി എടുക്കാനുണ്ട്. അപ്പോൾ അടുപ്പത്തോട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫിൻ്റെ പീസസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ 1.5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുക്കറുണ്ടല്ലോ, അത് വീണ്ടും അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ബേ ലീഫ്, 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് അരിയാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് എനിക്കിവിടെ 4 കപ്പ് വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രേവി നോക്കിയപ്പോൾ 1 കപ്പോളം ഗ്രേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 3 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അരി വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് 2 വിസിലും കൂടി കേൾപ്പിച്ചാൽ അടിപൊളിയായിട്ടുള്ള ബീഫ് ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് മൂടി വെച്ച് കൊടുക്കുക. ഏറ്റവും ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേൾപ്പിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അടുത്ത വിസിലും കൂടി കേൾപ്പിക്കുക. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഇറച്ചിച്ചോറ് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതവിടെ കറക്റ്റാണ്, റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി നോക്കിയിട്ട്
നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഇന്നത്തേക്കാളും ടേസ്റ്റ് നാളെ രാവിലെ എടുക്കുമ്പോഴായിരിക്കും. ഭയങ്കര സ്മെല്ലാണ്, ഈ വീട് മൊത്തം നല്ല മണമായിട്ടിരിപ്പുണ്ട്. ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ എരിവും ഉപ്പും എല്ലാം പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു ഇറച്ചിച്ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഡേറ്റ്സ് പിക്കിളാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്.